ഇന്നൊരു ചിറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രോട്ടോകോളൊക്കെ ലംഘിച്ച് പാലം ടെക്നിക്കൽ എയർപോർട്ടിൻ്റെ സൈഡിൽ, അതായത് എയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ യൂണിറ്റാണ്, അവിടെ പോയി അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഇത് കാറിൽ പോകുന്നു, ഡിസ്കഷൻ നടത്തുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ തുടങ്ങി, ഗ്ലോബലായിട്ടുള്ള ചർച്ചകൾ തുടങ്ങി. 3 യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, അവർ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്താണ് ഇന്ത്യ പുടിനുമായിട്ട് ചെയ്യുന്നത്, അത് ശരിയല്ല, അത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ. അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഈ മീഡിയയും സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് BJPയും ഇന്ത്യയുടെ പല റിട്ടയർഡ് ജനറൽമാരൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇതിന് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മിഥുൻ, നമസ്കാരം. സാറേ, ഈ പുടിൻ്റെ വിസിറ്റുമായി ബന്ധപ്പെട്ട് അതായത് മനസ്സിലാക്കേണ്ടത്, ഈ വാർ കണ്ടത് ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടു. യൂറോപ്പിലെ പൊട്ടൻഷ്യൽ ത്രെട്ടാണ് റഷ്യ ഉക്രൈൻ വാർ എന്ന് പറയുന്നത്. ഇപ്പം ചൈനയ്ക്ക് പോലും ഇല്ലാത്ത വലിയൊരു താല്പര്യം ഇന്ത്യ അവിടെ കാണിക്കുന്നു. ഇന്ത്യയുടെ ട്രേഡ് പാർട്ണർ എന്ന് പറയുന്നത് അമേരിക്കയും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇന്ത്യ എന്നുള്ള സാധനമൊന്നും വലുതായിട്ടൊന്നും റഷ്യ പോകുന്നില്ല. ആകെ 4-5 ബില്യൻ്റെ ഉള്ളൂ. ബാക്കിയെല്ലാം റഷ്യ എന്നാണ് വരുന്നത്. ഏകദേശം 65 ബില്യനാണ്. ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. എന്തുവാണ് മിഥുൻ്റെ അഭിപ്രായം? അതുവേ ഞാൻ പറയുന്നത് സാർ, അതായത് എൻ്റെ നാട്ടിൽ നിന്ന് 2 പയ്യന്മാർ റഷ്യയിൽ പോയിട്ടുണ്ട്. അവർ ഇലക്ട്രീഷ്യൻസ് ആയിട്ട് പോയിട്ടില്ല. ഒരു പയ്യൻ മരണപ്പെട്ടു പോയിട്ടു. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം എനിക്ക് വളരെ ഒരു ഹൃദയപൂർവ്വത്തിന് ചേർത്തുന്ന വിഷയമാണ്. ആക്ച്വലി അവരവിടെ ഇലക്ട്രീഷ്യൻസ് വന്ന് കൊണ്ടുപോയി. അവർ 2 പേരും, ഒരു പയ്യൻ അവിടെ മരണപ്പെട്ടു, 2ാമത്തെ പയ്യൻ അവിടെ പരിക്ക് വെച്ച് അവൻ അങ്ങനെ നടന്നു പോകാൻ തിരിച്ചു വന്നു. വിഷയം എന്ന് പറയുന്നത്, ആസ് എ ഭാരതീയ ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറയുന്നത് കുറെ ചർച്ചകളും ആരതി ഉയ്യുക, പിന്നെ റഷ്യയില് റഷ്യൻ ഭാഷയിലെ കുട്ടിനെ വെൽക്കം ചെയ്യുന്ന ബാനറുകൾ, പിന്നെ എന്നെ ആരാണ് കാറിലേക്ക് വിളിച്ചിരിക്കുന്നത്, ആരാണ് കാർ യാത്ര ആദ്യം ആരംഭിച്ചൊന്നും അല്ല എന്റെ വിഷയം എന്ന് പറയുന്നത്. വാട്ട് ഐ എം ലുക്കിംഗ് ഫോർ ഇസ് ദാറ്റ് ആസ് എ ഭാരതീയൻ എന്താണ് നമുക്ക് ഇന്ന് കിട്ടാൻ പോകുമെന്ന് പറയുന്നത്. ആസ് ഇന്ത്യക്ക് ആഗ്രഹം എന്ന് പറയുന്നത് S-400 നമ്മൾ കണ്ടതാണ്. നമുക്ക് 2018 ഓഫർ ചെയ്ത് S-400 ഇതുവരെ വന്നിട്ട് പോലുമില്ല. ഉക്രൈൻ യുദ്ധം കൊണ്ട് മോർ ഡീൽസ്, ഇത് അതിനൊരു സ്പീഡപ്പ് ആകുമോ, കിട്ടുമോ? ഇനി 3 S-400. രണ്ടാമെന്ന് പറയുന്നത് S-500 ജോയിന്റ് വെഞ്ചർ. 400 എന്തായാലും മിടുക്കനാണ്, തീർച്ചയായും നമ്മൾ കണ്ടതാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂര ഭാഗമായിട്ട്. ഈ S-400 മേടിച്ചതിന്റെ പേരിലാണ് ഇഞ്ചിൻ തേജസിന് കൊടുക്കാൻ ഡിലേ ആക്കിയത്. അത് മറക്കരുത് സംഭവം. അതാണ് ഡിലേ ആക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നത് സാറ് പറയുമ്പോൾ ഒരു കാര്യമല്ല ഓർക്കണം എന്ന് പറയുന്നത്, 60% ഇന്ത്യയുടെ ഇൻവെന്ററീസ്, അതായത് ഡിഫൻസ് ഇൻവെന്ററി മാത്രമേ റഷ്യ എന്ന് വരുള്ളൂ. ബാക്കി 40% വെസ്റ്റേൺ രാജ്യങ്ങളെ കൂട്ടി വായിക്കുക. S-500 ഈ പറയുന്ന ജോയിന്റ് വെഞ്ചർ ബ്രഹ്മോസ് പോലെ തന്നെ. ബ്രഹ്മോസ് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ. ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു രാജ്യത്തിനും സ്വന്തമായി വിൽക്കാൻ സാധിക്കില്ല. എത്ര വലിയൊരു ഓർഡർ ആയിക്കോട്ടെ, എന്ത് രാജ്യമായിക്കോട്ടെ, റഷ്യയുടെ പ്രീ അപ്രൂവൽ ഇല്ലാതെ ബ്രഹ്മോസ് വിൽക്കാൻ സാധിക്കില്ല ഇന്ത്യക്ക്. കാരണം ജോയിന്റ് വെഞ്ചർ 50:50. ഇനി S-500 എത്രമാത്രം S-500 പ്രൊഡക്ഷൻ ഇന്ത്യ എത്രമാത്രം ഉൾക്കൊള്ളിക്കും? SC-57 SC-57 എത്രമാത്രം മിടുക്കനാണ് എന്ന് റഷ്യ SC-57 സോഴ്സ് കോഡ് ഇന്ത്യക്ക് തരുമോ? ഏറ്റവും ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. രണ്ടാമത് ഇതൊക്കെ വലിയൊരു ഫാക്ടറാണ് കടന്നു വരുമ്പോൾ. പിന്നെ എന്ന് പറയുന്ന ഈ റഷ്യയുടെ എനർജിയിൽ ഇനിയും ഡിസ്കൗണ്ട് കിട്ടുമോ? പിന്നെ ബ്രഹ്മോസിന് അപ്ഗ്രേഡ് എന്ന് പറയും. ഇപ്പോഴത്തെ ബ്രഹ്മോസിന് അപ്ഗ്രേഡ് റേഞ്ച് 290 വരെ ഉള്ളൂ. ഈ ആയിട്ട് ന്യൂ ജനറേഷൻ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്രഹ്മോസ് നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. പെനിട്രേറ്റ് എത്ര വരെ 400 മീറ്റർ ഒരു വിത്തൗട്ട് കോംപ്രമൈസ്. അതിനകത്ത് ഇൻട്രസ്റ്റ് ചെയ്ത് പറയാം, ബ്രഹ്മോസിന് ഭയങ്കര വില കൂടുതൽ അത് ഉണ്ടാക്കാൻ. അത് ആദ്യം മനസ്സിലായ ഒരു ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കാൻ 6 മുതൽ 7 കോടി രൂപ വരെ വിലയുണ്ട് ഒരു മിസൈൽ. അത് ഹ്യൂജ് സിസ്റ്റമാണിത്. ഒത്തിരി സ്ഥലം പോകും. അതുകൊണ്ട് തന്നെയാണ് റഷ്യ പോലും ഈ ബ്രഹ്മോസ് ഉപയോഗിച്ചില്ലല്ലോ ഉക്രൈനെതിരെ. ഹൈലി എക്സ്പെൻസീവ് ആണ് ഇത്. അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനം വളരെ ചീപ്പായിരിക്കണം. ഡ്രോൺ ടെക്നോളജി വളരെ ചീപ്പാണ്.
ഈ ടർക്കിഷ് ഡ്രോണിൻ്റെ വിലയെന്ന് പറയുന്നത് ഏറ്റവും അവരുടെ കൂടിയ വേർഷൻ എന്ന് പറയുന്നത് കൂടി വരുവാണെങ്കിൽ 20-25,000 $30,000 ഉള്ളൂ. ഒട്ടു വായിക്കും ടർക്കിഷ് ഡ്രോണിനെ പറ്റി പറഞ്ഞപ്പോൾ ടർക്കിഷ് ഡ്രോൺ വേണമെങ്കിൽ ഫൈറ്റർ ജെറ്റിനെ കറക്കാവുന്ന ടെക്നോളജിയാണ് കഴിഞ്ഞ ആഴ്ച അവർ വികസിപ്പിച്ചു എന്ന് പറയുന്നു, ടെസ്റ്റ് ചെയ്തു, ഡെവലപ്പ്. പക്ഷേ ടർക്കിയുടെ പ്രസൻസിൽ, അതായത് ഡ്രോണ് വേണമെങ്കിൽ അവരെ തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോണിന് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിനെ 4th ജനറേഷൻ 5th ജനറേഷൻ എയർക്രാഫ്റ്റിനെ തകർക്കാൻ സാധിക്കുന്നതിനകത്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ പ്രൂവൊന്നുമില്ല, പക്ഷെ പറയുന്നവര് അല്ല, അതിനെ പറ്റിയുള്ള ഇൻവെൻഷൻ റിസർച്ച് അതിൻ്റെ ട്രയലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളിങ്ങോട്ട് വരാം. പ്രധാനമായിട്ട് ഇതിൽ ട്രംപ് പിണങ്ങുമോ? ഈ ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയോട് ആ ബന്ധം ഒന്നാമത് പിണിറ്റി വെസ്റ്റേൺ മീഡിയാസ് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയെ വിശ്വസിക്കാൻ കൊള്ളാമോ? കാരണം ഈ ട്രംപ് കുറ്റം വരുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഇന്നലെ പുടിൻ ഒരു വലിയൊരു ധംകി അല്ലെങ്കിൽ ഭീഷണി കൊടുത്തിരിക്കുകയാണ് യൂറോപ്യൻ ദേശങ്ങൾക്ക്. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ആക്രമിക്കും എന്നുള്ള ഒരു അതെന്തോ വായിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു വരവ്, എവിടേക്കുള്ള വരവ്, നമ്മുടെ ഇന്ത്യക്കുള്ള വരവ്. കാരണം അതിനെയാണ് വെസ്റ്റേൺ ദേശങ്ങൾ കാരണം ഒരു സംശയ കണ്ണോടെ കാണുന്നത്. ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ ടെലഗ്രാഫിൽ വന്ന ന്യൂസാണ്, ബ്രിട്ടീഷ് അംബാസിഡറെ ഇൻസൾട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം പറയപ്പെടും, കാരണം ഈ ഒരു വരവിനെന്ന് പറയുന്നത് ഞാൻ പറയും 40% ഇൻവെന്ററീസ്, ഡിഫൻസ് ഇൻവെന്ററീസ് വരുന്നത് ഫ്രാൻസിനാണ്. ഫ്രാൻസും റഷ്യയും ഒക്കെ അറിയില്ല, അവർ തമ്മിൽ ഫ്രാൻസിന് വരുന്നു, പിന്നെ അമേരിക്ക എന്ന് പറയുന്ന ജാവലിനെ പോലുള്ള സാധനം അമേരിക്ക എന്ന് വരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണം, പല സ്ഥലങ്ങളിൽ വേണം. വെസ്റ്റേൺ ദേശങ്ങൾ കാണുന്നത് അതിനെ ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് വെസ്റ്റേൺ ദേശങ്ങൾ എങ്ങനെ, അതായത് അമേരിക്ക ഉൾപ്പെടെ 32 ദേശങ്ങൾക്കെതിരെയാണ് റഷ്യ നിൽക്കുന്നത് അല്ലേ, 32 ദേശങ്ങൾ എങ്ങനെ വിശ്വാസത്തിലെടുക്കും? അവിടെയാണ് ഏറ്റവും വലിയ ചലഞ്ചായി മാറുക. അത് എളുപ്പമായ കാര്യമായിരിക്കില്ല. എന്താണ് ഇത് കിട്ടാൻ പോകുന്നത് സാറേ? ഈ തിരിച്ചു വന്നു പോയ ഹാൻഡ് ഷേക്സ് മാത്രമാണോ ചോദ്യം? ഇതിനൊരു ചോദ്യമുണ്ട്. ഇപ്പം അസിൻ മുനീറിന് ഓവൽ ഓഫീസിലും വൈറ്റ് ഹൗസിലും ഷവാസ് ഷെരീഫിനെ കൊണ്ടുവരുന്നു, ഡിന്നർ കൊടുക്കുന്നു, ലഞ്ച് കൊടുക്കുന്നു, ഫ്ലോറിഡയെ കൊണ്ടുപോകുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഇതിന് റിട്ടാലിയേഷൻ ചെയ്യാൻ വേണ്ടിയാണ് മോദി ഇത് ചെയ്തത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ കാര്യം. കാരണം ഇതൊരു സ്ട്രാറ്റജിക്കലൊക്കെ ഏത് മൂവിന്റെ പുറത്ത് ടെക്നിക്കലി എന്ന് പറഞ്ഞാൽ ഓഫർ ഒരുപക്ഷെ റഷ്യയുടെ ഭാഗത്തുനിന്നായിരിക്കും ഓഫർ വന്നിരിക്കും ഇങ്ങോട്ട് വരാനുള്ളത്. ഇതും നരേന്ദ്രമോദി ഇൻവൈറ്റ് ചെയ്തായിരിക്കില്ല. കാരണം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് 71 റഷ്യ അല്ല, റഷ്യ സോവിയറ്റ് യൂണിയൻ നമുക്ക് വ്യത്യാസമുണ്ട്. റഷ്യ എന്ന് പറയുമ്പോൾ ലോകത്തിലെ 11ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇന്ത്യയുടെ പകുതി മാത്രമേ ഉള്ളൂ GDP. മനസ്സിലാക്കുന്നു പറയാം, നമ്മൾ ചിന്തിക്കേണ്ട പണി അതുമാത്രമല്ല ഈ പറയുന്നത്. സാധനം പോയിന്റിലേക്ക് വരാം. ഒരു മിനി ചൈനയാണ് ആര്? റഷ്യ എന്ന് പറയാം. $385 ബില്യൺ ഡീൽസ് ആണ് റഷ്യയും ചൈനയും ഉള്ളൂ. ചൈനയിൽ നിന്ന് വാങ്ങുന്നതിന്റെ കണക്കുമല്ലോ. നാളെ ഞാൻ പറയട്ടെ, Su-57 നമുക്ക് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കില്ല എന്തോ, ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തോ ഉറപ്പുള്ളൂ. ബ്രഹ്മോസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടോ? കാരണം അവർ തന്നെ ട്രേഡ് ഡീലും ചിന്തിക്കുന്ന പോലെയല്ല. $385 ബില്യൺ ട്രേഡാണ് ചൈനയും റഷ്യയും. ലിറ്റിൽ ചൈനയാണ് റഷ്യ. എത്ര പേർക്ക് അറിയാൻ സാധിക്കും? അവരെല്ലാം ചൈനയ്ക്ക് റഷ്യക്ക് വേണ്ട എല്ലാ സാധനവും വാങ്ങുന്നത് അവിടെ നിന്നാണ് വാങ്ങുന്നത്. അല്ല, റഷ്യയുടെ അപ്പൊ ശരി ഓയിലാക്കി റഷ്യയുടെ ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്നത് ചൈനയാണ്, പൈപ്പ് ലൈനിട്ട് ആ റീജിയൻ മുഴുവൻ. അതായത് നേരത്തെ ഇന്ത്യ ചൈന വാറുണ്ടായ സമയത്തും റഷ്യയുടെ സ്റ്റാൻഡ് ചൈനയുടെ കൂടാണ്. ഗാൽവൻ ഇഷ്യൂവും ലഡാക്ക് ഇഷ്യൂ ഉണ്ടായപ്പോഴും റഷ്യ ചൈനയുടെ കൂടാണ്. കാരണം അവർ തമ്മിൽ ലാൻഡ് ഉണ്ടല്ലോ, അവർ തമ്മിൽ അയൽക്കാരാണ്. കാരണം റഷ്യക്ക് ചൈന വേണം. കാരണം വെസ്റ്റേൺ സാങ്ഷൻ വന്നോടെ അവർക്ക് ടെക്നോളജി കിട്ടുന്നില്ല. കാരണം മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ എല്ലാ കമ്പനീസ് അവസാനിപ്പിച്ചു. ടെക്നോളജി വേണം. ടെക്നോളജി ആരാ കൊടുക്കുന്നത്? ആരാ ഇവരെ കൊടുക്കുന്നത്? പിന്നെ സ്പെയർ പാർട്സ് വേണം. ഇപ്പൊ എന്തിനെ ഇവരെ ടെക്നോളജി സ്പെയർ പാർട്സ് എല്ലാം ഓഫർ ചെയ്യുന്ന ആരാണ്? ചൈനയാണ് കൊടുക്കുന്നവർക്ക്. $385 ബില്യൺ ഡീലാണ്. ഇന്ത്യയിൽ നിന്ന് എന്തോ വാങ്ങുന്നത്? എന്തുവാണ് ചൈന റഷ്യ വാങ്ങുന്നത് തെറ്റിയത്? അതിനാണ് ഈ ചർച്ച. കാരണം ഇന്ത്യക്കുള്ള ഓഫർ എന്ന് പറയുന്നത് 45 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ആഫ്റ്റർ ഈ ഓയിൽ വാങ്ങുന്നത്. മോഡിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽസ്, ടെക്നോളജി, നമ്മുടെ സ്പെയർ പാർട്സ് വാങ്ങുമോ? നാളെ ഇനി അറിയാം. അധികം സമയമൊന്നുമില്ല. നാളെ കഴിഞ്ഞ് ജോയിന്റ് ആയിട്ടുള്ള ഈ ഒരു പത്രസമ്മേളനത്തിന് എന്തൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നറിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കും ഇതൊരു വിജയമായിരുന്നു. ഒന്നുമില്ല, ഒരു ഹാൻഡ് ഷേക്ക് മാത്രമാണ് നമ്മൾ ഓയിൽ ഡിസ്കൗണ്ടിൽ കൊടുക്കാം. ഓയിലാണല്ലോ മെയിൻ അവർക്ക് വിൽക്കാനുള്ളത്. ഈ ഓയിൽ ഇനിയും സ്റ്റീപ്പ് ഡിസ്കൗണ്ടിൽ തരാമെന്ന് പറഞ്ഞ് വീണ്ടും ആ ട്രാപ്പിൽ വീഴുമോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഭയം. അത് വീണു കഴിഞ്ഞാൽ ഇന്ത്യ വിൽ കോർണർ. അല്ല, അവരുടെ അതേപോലെ തന്നെ എനർജി റിയാക്ടർ, ന്യൂക്ലിയർ, ചെറിയ എനർജി പ്ലാന്റുകളൊക്കെ ഗ്ലോബലി അറിയപ്പെടുന്ന സംഭവമാണ്. അതും അവർ വിൽക്കാൻ നോക്കുവാണ്. അതുകൊണ്ട് മാർക്കറ്റ് ഇന്ത്യ വിൽക്കാൻ നോക്കുവാണ്.
വലിയൊരു എന്തുകൊണ്ടാണ് പുടിൻ തിരക്ക് പിടിച്ചും കൊണ്ട് വരുന്നത്? കാരണം നേരമല്ല, കാരണം ഇന്ത്യ ഇറക്കുമതി കുറച്ചിരിക്കുകയാണ് അല്ലെ, ഇന്ത്യയുടെ സാങ്ഷൻ ശേഷം. അപ്പൊ ആ ഒരു കുറച്ചതിന് ശേഷം, അതായത് ഇതിപ്പോ ഇന്ത്യ പ്രതീക്ഷിക്കുന്നു ഇന്ത്യക്ക് ടെക്നോളജി കിട്ടുമെന്ന്, പക്ഷെ ഇന്ത്യക്ക് വെറും എന്താ പറയുന്നത്, ഒരു പ്രോമോ കോഡ് കൊടുക്കുക, 10% പ്രോമോ കോഡ് എടുത്തുകൊണ്ട് പറയാൻ ഇനി നിങ്ങൾ വാങ്ങിച്ചാൽ അതാണെന്നെങ്കിൽ ഇത് ഫ്ലോപ്പ് ആയിരിക്കും. ഈ വരവെന്ന് പറയുന്നത് ഇന്ത്യനെ ഗ്ലോബൽ ഇന്ത്യക്ക് വലിയ ഇമ്പാക്ട് ആയിരിക്കും ഉണ്ടാക്കാൻ, ചെറിയ ഇമ്പാക്ട് അല്ല സാർ ഉണ്ടാക്കാൻ. അല്ലെ, ഞാനും മനസ്സിലാക്കുന്നത് ഇത് വിജയിച്ചാൽ വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്ന ഇന്ത്യ ഇപ്പം ഫർദറായിട്ട് റഷ്യ ഇന്ത്യയുടെ ഓയിലിൻ്റെ കച്ചവടം നടക്കും ഈ പ്രശ്നമൊക്കെ മാറിക്കഴിഞ്ഞാൽ. ഇൻ ബിറ്റ്വീൻ 2 കമ്പനികൾക്ക് എതിരേ ഉള്ളൂ അമേരിക്കൻ യൂറോപ്യൻ സാങ്ഷൻ. ഒന്ന് ലൂക്ക് ഓയിലും മറ്റേ റോസ്നെറ്റ്. മറ്റുള്ള കമ്പനികളിൽ വാങ്ങാം, പക്ഷേ അതിന് സ്വിഫ്റ്റ് കോഡ് ഉപയോഗിക്കാതെ ഇന്ത്യൻ ബാങ്കും റഷ്യൻ ബാങ്കും അവർ ഈ പറയുന്ന ബ്രിക്സിൻ്റെ രീതിയിലുള്ള ഒരു കോഡിങ് കൊണ്ടുവരാൻ വേണ്ടി അവിടുത്തെ ബാങ്കിങ് സീനിയറായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ എത്തിക്കഴിഞ്ഞു. ഇത് ബേസിക്കലി ഡോളറിനെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അമേരിക്ക, ട്രംപ് വെറുതെ ഇരിക്കത്തില്ല, നോ ഡൗട്ട്. കാരണം അത് അമേരിക്കൻ കറൻസിയെ വീക്ക് ചെയ്യും. അമേരിക്ക ഐസൊലേറ്റ് ചെയ്യാനാണ് ട്രംപിന് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ തോന്നിക്കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, ഈ പറയുന്ന പാകിസ്ഥാനെ, അഫ്ഗാനിസ്ഥാനെ, ബംഗ്ലാദേശിനെയും ചൈനയും ഒക്കെ വെച്ച് ഈ അമേരിക്ക ഇന്ത്യക്ക് പണിതരും. അമേരിക്ക നിശബ്ദമായിട്ട് ഇരിക്കും. അസീം മുനീറിനെ ട്രംപ് പോക്കറ്റിലും ആക്കിയിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇത് പ്രോപ്പറായിട്ട് അമേരിക്ക എന്ന് പറഞ്ഞ ഈ പവറിനെ അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അമേരിക്കയും ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാലുള്ള സ്ഥിതി, അതിൻ്റെ പ്രത്യാഘാതം എന്തുവാന്നുള്ളത് ചെറിയ ഇഷ്യൂ ഒന്നും അല്ല അത്. കാരണം ഇത്രമാതിരി അറിയില്ല സാറേ ഈ പോയിന്റില്. ഇപ്പൊ സാറ് പറഞ്ഞു പശ്ചാത്തല രാജ്യം, ഇപ്പൊ അമേരിക്കയിലൊക്കെ ഇന്ത്യ ട്രേഡ് ഡെഫിസിറ്റ് മനസ്സിലായല്ലോ. അപ്പൊ അമേരിക്കയിലേക്ക് ഇപ്പൊ എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോകും, ഞങ്ങൾ ഫ്രാൻസിൽ പോയി വിൽക്കും, അല്ലെങ്കിൽ യു കെ സ്റ്റാമർ വന്ന് ഇന്ത്യയുമായിട്ട് ബന്ധം സ്ഥാപിച്ചല്ലോ. ഇന്ന് 32ഓളം ദേശങ്ങളാണ് റഷ്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിക്കുന്നത്. അപ്പൊ റഷ്യ ഇന്ത്യ എടുക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ 32ഓളം ദേശങ്ങൾ ഇന്ത്യക്ക് പോയി സെല് ചെയ്യാൻ പറ്റുമോ? എവിടെയാണ് എക്സ്പോർട്ട് മാർക്കറ്റ് ഉള്ളത്? അമേരിക്ക അന്ന് ഒഴിവാക്കി. അമേരിക്കയിലേക്ക് ഞങ്ങൾ കയറ്റി അയക്കുന്നില്ല. പിന്നെ എവിടേക്കാണ് കയറ്റി അയക്കുന്നത്? യൂറോപ്പിലേക്ക് അയക്കണം, അല്ലെ ഏഷ്യ പസഫിക്കിലേക്ക് അയക്കണം. ആഫ്രിക്കയിൽ ആരാ വാങ്ങാൻ പോകുന്നത് നമ്മുടെ പ്രൊഡക്ട്സ്? ആർക്കാ വേണ്ടത് അവിടെ? ഇതാണ് ഇഷ്യൂ. കാരണം ജപ്പാൻ അവരും ഉണ്ടായിരിക്കത്തില്ല, ഓസ്ട്രേലിയ, കാനഡ, ഇതൊക്കെ ഈ പറയുന്ന അമേരിക്കയുടെ ഈ നാറ്റോ രാജ്യങ്ങൾക്കകത്തുള്ള രാജ്യമാണ്. ഇവർക്കൊക്കെ യുക്രൈൻ വാർ ഇവരുടെ തലവേദനയാണ്. അപ്പോൾ അതിലോട്ട് ഇതിനകത്ത് ഏറ്റവും പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, അതായത് ഇവിടുത്തെ റിട്ടയർഡ് ചെയ്ത പട്ടാളക്കാരും ചില ഡിപ്ലോമാറ്റ്സും പറയുന്ന രീതിയിൽ റഷ്യ, അതായത് പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തെ ഭരിക്കാവുന്നതൊക്കെ വിഡ്ഢിത്തരം. ഒന്നാമത് വാർ ഫെയർ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ വാർ എന്ന് പറയുന്നത് ഈ പറയുന്ന വെപ്പൺസും കൊണ്ടൊന്നും അല്ല. അതൊക്കെ മാറി, പൂർണ്ണമായിട്ടും വാർ മാറി എന്നുള്ളത് ഇസ്രായേൽ ഇറാൻ വാറി നമ്മൾ കണ്ടു. ഇറാൻ ഉപയോഗിച്ച് മുഴുവനും റഷ്യൻ സാധനം. എന്തു കുന്തം അവർക്ക് ചെയ്യാൻ പറ്റി? S-300 3 കാര്യങ്ങൾ മോഡേൺ വാർഫെയറിൽ എൻ്റെ അറിവിൽ വേണം. അതായത് ആർക്കാണ് ടെക്നോളജി ഉള്ളത് അവർ വിജയിക്കും, ആർക്കാണ് സർവൈലൻസ് കൂടുതൽ അവർ വിജയിക്കും, ആർക്കാണ് ഇന്റൽ ഉള്ളത്. ഇത് 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ആരുടെ കയ്യിലുണ്ടോ അറിയാം. ഒരുപാട് വെപ്പൺസും ഈ ഷഹീദ് ഇങ്ങനെ പൊക്കി വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതല്ല എവിടെയാണ് ഇത് ഇരിക്കുന്നതെന്ന ലൊക്കേഷൻ അറിയാൻ പറ്റുമെങ്കിൽ പിന്നെന്താ വേണ്ട അടിച്ചാൽ പോരെ. ഇത് ഡിസംബർ 5 കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പറയുന്നത് സാർ, മാർക്ക് ചെയ്തു. ഡിസംബർ 5 ചോദ്യം 2 പത്രസമ്മേളനം, അതായത് എനർജി, അതായത് ഓയിൽ വാങ്ങുമ്പോൾ ഒരു 10% 20% ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു പ്രോമോ കോഡ് മാത്രമായി അവസാനിക്കുകയാണെങ്കിലും മാർക്ക് മൈ വേർഡ്സ്, ഇത് വളരെ രീതിയിൽ എഫക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പശ്ചാത്തല ദേശങ്ങൾ ഞാൻ പറയും, ഇന്നലെ അമേരിക്കയിലെ ബ്രിട്ടനാണ് പറഞ്ഞിരിക്കുന്നത്, ബ്രിട്ടൻ ഇൻസൾട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നലെ. കാരണം ബ്രിട്ടനെ വെല്ലുവിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്ന വ്യക്തി.
ആർക്ക് പുടിൻ വന്നിരിക്കുന്നത്. അവർ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഇത് ഇന്ത്യക്കാർക്കെന്നുള്ള ഇന്ത്യൻ കമ്പനീസിനും ഇന്ത്യയുടെ കൊതിപ്പിന് പോലും ഇത് ഈസിയാർ ഇത് തമാശയല്ല പറയുന്നത്. കുതിപ്പിന് പോലും ഇന്ത്യയുടെ നയം എന്നുള്ളത് ചേരിചേരാ നയം, സമാധാനപരമായിട്ട് നയത്തിന് ഇത് അഗെയിൻസ്റ്റ് ആണ്. ഒരു കാരണവശാലും പുടിൻ ഈ അവസരത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു ഈ വിസ കിട്ടുവാണെങ്കിൽ വി ആർ ഗുഡ്. SU-57 ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ സോഴ്സോട് കിട്ടുവാണെങ്കിൽ വേറെ എന്താ വേണ്ടത്? നമുക്കുണ്ടാക്കി കൂടെ സാർ ഇത് തരും അത് തന്നാൽ. ഇതൊന്നും ഈ പറയുന്ന എയർക്രാഫ്റ്റ് അവിടെ ട്രയൽ ചെയ്ത് സക്സീഡ് ഒന്നും ആയിട്ടില്ല. അതിലൊന്നും അർത്ഥമൊന്നുമില്ല. ഇത് ട്രയൽ ചെയ്ത് സക്സീഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ നല്ലതാണോ കൊള്ളാവുന്നത്. കാരണം അതിൻ്റെ തന്നെ X-57 ഏകദേശം 80ഓളം പാർട്ടുകൾ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും വരുന്നതാണ്. അത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സൈപ്രസിൽ നിന്നും ടർക്കിയിൽ നിന്നും ഹംഗറിയിലും മേടിപ്പിച്ചിട്ടാണ് ഇവർ സാരി എടുക്കുന്നത്. കാരണം ഇവർ മുകളിൽ സാങ്ഷനാണ്. അത് ഇന്ത്യയിലുണ്ടാകും. ഒരു പോയിന്റ് ഞാൻ പറയട്ടെ സാറേ, ഒരു പോയിന്റ് ഞാൻ പറയട്ടെ. ഇനി ഈ S-500ന്റെയും S-400ന്റെയും ഈ SU-57 എത്ര സ്പെയർ പാർട്സ് ചൈനയിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും? ആർക്കും ഉറപ്പില്ലാത്ത. അല്ല, അതാ പറയുന്നത്. പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അമേരിക്ക പോലും ഇന്ത്യക്ക് വെപ്പൺസ് കൊടുക്കുമ്പം ഇന്ത്യ ഈ വെപ്പണിൻ്റെ ടെക്നോളജി റഷ്യക്ക് കൊടുക്കൂ. കാരണം അമേരിക്കൻ കോൺഗ്രസിൽ ഇഷ്യൂ ആകും. പക്ഷേ അത് ഇന്ത്യ എന്തുവാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇത്രയും നാളും പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരുടെ അലയൻസ് പാർട്ട്ണറാണ്. അതല്ലാതായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റും കുന്തവും ചള്ളും ചക്രവും മുഴുവനും അവന്മാർ നമ്മളെ വളരെ സ്ലോ ആയിട്ട് പണി തരും എല്ലാ രീതിയിലും. അതായത് ഏർപ്പുള്ളി എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിക്കുന്ന ഡീമോണിറ്റൈസേഷൻ, അതൊരു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇത് ബ്ലണ്ടർ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കാണിച്ച് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. അമേരിക്കൻ ഡോളറിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ബാങ്കിങ്ങും ബ്രിക്സും ഗ്നാപ്പോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതോടുകൂടി ഇന്ത്യയുടെ തകർച്ച തുടങ്ങാൻ പോകുന്നു എന്നതാണ് എൻ്റെ ഒരു അനുമാനം. ഏതായാലും നല്ലൊരു ചാറ്റായിരുന്നു. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച്.